സ്വാഗതം ഔട്ട് ഫോക്കസിലേക്ക്. വയനാട് മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഒരു കണക്കാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. 90 ദിവസത്തേക്ക് സർക്കാർ തയ്യാറാക്കിയ ഒരു എസ്റ്റിമേറ്റഡ് കണക്കാണ് ഹൈക്കോടതിയിൽ നൽകിയത്. അതിൽ ഉള്ള കണക്കുകളിൽ പലതിലും ചില പൊരുത്തക്കേടുകളുണ്ട്, അല്ലെങ്കിൽ ചില സംശയം ജനിപ്പിക്കുന്നതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ആ കണക്കുകളിൽ ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിനായി ചെലവ് പ്രതീക്ഷിക്കുന്നത് 75,000 രൂപയാണ്. കഴിഞ്ഞില്ല ദുരന്ത മേഖലയിൽ കുടിവെള്ള വിതരണത്തിന് 3 കോടിയും ദുരിതാശ്വാസ ക്യാമ്പിൽ ഭക്ഷണ വിതരണത്തിന് 8 കോടിയുമൊക്കെ ചെലവ് പ്രതീക്ഷിക്കുന്നു എന്നാണ് ആ കണക്കിൽ പറയുന്നത്. 90 ദിവസത്തേക്ക് തയ്യാറാക്കിയ ഈ കണക്ക് അത് SDRF ചട്ടങ്ങൾ പ്രകാരമാണ് തയ്യാറാക്കിയത് എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന വിശദീകരണം. ഈ കണക്കാണ് ഇപ്പോൾ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കും തെറ്റായ വ്യാഖ്യാനങ്ങൾക്കും പ്രചാരണത്തിനുമൊക്കെ കാരണമായിരിക്കുന്നത്. എന്താണ് ഇതിലെ വാസ്തവം എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അജിംസ്, യഥാർത്ഥത്തിൽ എന്താണ് ഈ കണക്ക്? എന്തിനാണ് ഈ കണക്ക് തയ്യാറാക്കുന്നത്? ഒപ്പം ഈ പറയുന്നത് പോലെ 75,000 രൂപയൊക്കെ ഒരു മൃതദേഹം സംസ്കരിക്കാൻ ചിലവാകുക എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള സംശയങ്ങൾക്കിടയാക്കില്ലേ? ഈ കണക്ക് കഴിഞ്ഞ മാസം കൊടുത്താണ്. അതായത് ചൂരൽമലയിലെ ദുരന്തത്തിന് ശേഷം മൃതദേഹങ്ങൾ തെരഞ്ഞെടുക്കുന്ന സെർച്ചിങ് ഓപ്പറേഷൻ നടക്കുന്നതിനിടെ തന്നെ ഹൈക്കോടതി ഒരു സ്വമേധയാ എടുത്ത കേസിൽ സംസ്ഥാന സർക്കാരിനോട് പല കാര്യങ്ങളും വിശദീകരണം തരുന്നു. ഒന്ന്, ഇപ്പോൾ അവിടെ നടക്കുന്ന ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടും അതിനു മുമ്പ് ഈ ദുരന്ത നിവാരണത്തിൻ്റെ ഭാഗമായി സ്വീകരിച്ച നടപടികളെക്കുറിച്ച് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. ആ വിശദീകരണത്തിൻ്റെ ഭാഗമായി കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലത്തിലൊരു ഭാഗമാണ് ഈ മെമ്മോറാണ്ടം, ചെലവുകൾ സംബന്ധിച്ച മെമ്മോറാണ്ടം. അപ്പോൾ അതിൽ തന്നെ കോടതിയുടെ ഒരു ഉത്തരവിൻ്റെ ഭാഗമായിട്ടാണ് അതിലെ മെമ്മോറാണ്ടത്തിൻ്റെ ഭാഗങ്ങളിൽ ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഉത്തരവിൽ ചേർത്തിട്ടുള്ള ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നത് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിട്ടുള്ള പ്രാഥമിക കണക്ക്, എത്ര കോടി ചെലവ് വരും ഇവിടെ എന്ന പ്രാഥമിക കണക്കിൻ്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയ മെമ്മോറാണ്ടം തന്നെയാണ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഓൺ ഗോയിങ് പ്രോസസ്സാണ്, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ സെർച്ച് ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പുനരധിവാസം ഇനിയും നടന്നിട്ടില്ല. ആളുകൾ ക്യാമ്പിൽ കഴിയുന്നു. ആ സമയത്ത് കഴിഞ്ഞ മാസം കൊടുത്ത കണക്ക് എന്ന് പറയുമ്പോൾ അതുവരെ ചിലവായ തുകയും ഇനി ചിലവാക്കാനുള്ള തുകയും അതിൻ്റെ ഒരു എസ്റ്റിമേറ്റാണ് സാധാരണ രീതിയിൽ കൊടുക്കേണ്ടി വരിക. അപ്പോൾ സംസ്ഥാന സർക്കാർ അന്ന് തന്നെ ഈ ദുരന്തം ഉണ്ടായ ഉടൻ തന്നെ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രി കെ രാജനും ഉൾപ്പെടെയുള്ളവർ, മന്ത്രി മുഹമ്മദ് റിയാസും മാധ്യമങ്ങളോട് പറഞ്ഞെന്താണ്, അവിടെ ഒരു 1,500 കോടി രൂപയുടെയെങ്കിലും പുനരധിവാസ പദ്ധതി ആവശ്യമാണ്. കാരണം അത്രയും വ്യാപ്തിയുള്ളൊരു ദുരന്തമാണ് അവിടെ നടന്നിട്ടുള്ളത്. ഒരു 1,500 കോടി രൂപയെങ്കിലും ചിലവാക്കേണ്ടി വരും എന്നാണ് അവർ ആവർത്തിച്ച് പറഞ്ഞത്. ഏതാണ്ട് ആ മന്ത്രിമാർ പറഞ്ഞ ആ കണക്ക് അച്ചട്ടാണ്, അതേ ആക്ച്വൽസ് തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. അതിൽ പറഞ്ഞിട്ടുള്ള ആ കണക്കിൻ്റെ അനുസരിച്ച് 1,202 കോടി മറ്റുമാണ് ഇതിൽ ടോട്ടലായിട്ടുള്ളൊരു കണക്ക്, എസ്റ്റിമേറ്റഡ് കണക്ക് കോടതിയിൽ കൊടുത്തിട്ടുള്ളത്. ഇന്നിത് വിവാദമാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എന്തോ അത് പല രീതിയിൽ ആ വാർത്ത വ്യാഖ്യാനിക്കപ്പെട്ടു. പല മാധ്യമങ്ങളും പല രീതിയിലാണ് അത് കൊടുത്തത്. കാരണം ഇതിൽ പറയുന്ന കണക്ക് പല ആക്ച്വൽസ് എന്ന അക്കൗണ്ടിലും, ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ അതുവരെ ചിലവാക്കിയ തുക, സർക്കാരിന് ചിലവാക്കേണ്ടി വന്ന തുകയുണ്ട്. ഇനി പ്ലാൻ ചെയ്ത് ഇത് നടപ്പാക്കാൻ പോകുന്ന പല പദ്ധതികളുണ്ട്. ഇതിൽ ആക്ച്വൽസ് എന്ന് പറയുന്ന തുകയിൽ ചില കണക്കുകളാണ് വലിയ തോതിൽ വിവാദമായിട്ടുള്ളത്. അതിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് ബൈ റോഡ്. അത് സർക്കാർ ചിലവാക്കിയ തുകയാണ്. വളണ്ടിയർമാരെയും അതുപോലെ സൈന്യത്തെയും NDRFൻ്റെയും അതുപോലെ സൈന്യത്തിൻ്റെയും മറ്റുള്ളവരെയും റോഡ് മാർഗം കൊണ്ടുപോകുന്നതിനുള്ള തുക 4 കോടി രൂപയാണ്. അത് ചിലവാക്കിയ തുകയാണ് ആക്ച്വൽസ് എന്ന് പറയുന്നത്. കാരണം ആ സമയത്ത് അത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പിന്നെയുള്ളത് ഫുഡ് ആൻഡ് വാട്ടർ സപ്ലൈ ഫോർ വളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ്. അവിടെ ദുരിതാശ്വാസ പ്രവർത്തകർക്ക്, രക്ഷാപ്രവർത്തകർക്കൊക്കെ ഭക്ഷണവും വെള്ളവും കൊടുത്തതിന് 10 കോടി രൂപ. അപ്പോൾ ഈ തുക കേൾക്കുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത തോന്നും. 10 കോടി രൂപ സംശയം തോന്നാം. അക്കോമഡേഷൻ ഫോർ വളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് 15 കോടി. വെഹിക്കിൾസ് യൂസ്ഡ് ഫോർ ഇവാക്വേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ ആളുകൾ ഒഴിപ്പിക്കാൻ വേണ്ടി വാഹനങ്ങൾ ഉപയോഗിച്ചതിന് 15 കോടി രൂപ. പിന്നെ വെഹിക്കിൾസ് യൂസ്ഡ് ഫോർ ഇവാക്വേഷൻ, കൺസ്ട്രക്ഷൻ ഓഫ് ബെയിലി ബ്രിഡ്ജ്. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. കൺസ്ട്രക്ഷൻ ഓഫ് ബെയിലി ബ്രിഡ്ജ് ബ്രാക്കറ്റിൽ അലൈഡ് വർക്ക്സ്, അനുബന്ധ പ്രവർത്തനങ്ങൾക്ക്. ബെയിലി പാലുണ്ടാക്കിയത് സൈന്യമാണ്. അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് 1 കോടി രൂപ. പ്രൊക്യൂർമെൻറ്റ് ഓഫ് ടോർച്ചസ്, റെയിൻ കോട്ട്സ്, അംബ്രല്ല ആൻഡ് ഗംബൂട്ട്സ്. അത് ചിലവാക്കിയ തുകയാണ് 2,98 ലക്ഷം രൂപ. മെഡിക്കൽ കെയർ ഫോർ വളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ്. അവിടെ രക്ഷാപ്രവർത്തകർക്ക് വൈദ്യസഹായം നൽകിയ വകയിൽ 2 കോടി രൂപ. ഇതെല്ലാം ചിലവാക്കിയ തുകയായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഡ്രോൺ റഡാർസ് IBOD, അത് 3 കോടി രൂപ. ഹെവി എക്യുപ്മെൻറ്റ്സ് JCB, ഹിറ്റാച്ചി, ക്രെയിൻസ് 15 കോടി. DNA സാമ്പിളിംഗ് ഓഫ് ഡെഡ് ബോഡീസ് 3 കോടി രൂപ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് തോന്നുന്നത് ഇതെങ്ങനെയാണ് ഇത്രയും വലിയ തുക എന്ന് തോന്നും. അപ്പോൾ ഇതിൽ ഈ ഹിറ്റാച്ചി, ക്രെയിൻസ്, JCB ഇതൊക്കെ
പലരും സൗജന്യമായി വിട്ടു നൽകിയതാണ്, നമ്മൾ വാർത്ത കൊടുത്തതാണ്. അവിടെ ഉപയോഗിച്ചതെല്ലാം സൗജന്യമായിട്ട് കൊടുത്തത്. ചിലപ്പോൾ ഹയർ ചെയ്തിട്ടുണ്ടാവും, എന്നാലും 15 കോടി എന്ന് നോക്കുമ്പോൾ നമുക്കൊരു അസ്വാഭാവികതയുണ്ട്. മറ്റൊന്ന് ഫുഡ് 8 കോടി, ക്ലോത്തിങ് 11 കോടി, മെഡിക്കൽ കെയർ ഇതാണ് ടെമ്പററി അക്കോമഡേഷൻ ക്യാമ്പുകൾക്ക് വേണ്ടിയുള്ളതാണ്. മെഡിക്കൽ കെയർ 8 കോടി, ഈ 14 മെഡിക്കൽ ക്യാമ്പുകളിലായിട്ട് ഈ റിലീഫ് ക്യാമ്പുകളിലായിട്ട് ജനറേറ്റർ ഉപയോഗിച്ച വകയിൽ 7 കോടി, 14 റിലീഫ് ക്യാമ്പിൽ ജനറേറ്റർ ഉപയോഗിച്ച വകയിൽ 7 കോടി. ഇതാണ് ആക്ച്വൽ ചെലവാക്കിയ തുക എന്ന് പറഞ്ഞാൽ ഇതിൽ കാണുന്നത്. അതുപോലെ അസ്വാഭാവികത തോന്നുന്ന മറ്റൊരു ഹെഡിങ് ആണ് ബറിയിങ് 359 ബോഡീസ്, ₹75,000 പെർ ബോഡി. ആക്ച്വൽ ചെലവാക്കിയ തുകയാണ് 2,76,00,000 രൂപ. 359 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് ചെലവായ തുകയാണ്. പിന്നെ ചെലവാക്കാനുള്ള ഇനി ചെലവാക്കാനുള്ള തുകകൾ പലതുമുണ്ട്. എക്യുപ്മെൻറ്റ്സ്, റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പല ഹെഡിങ്ങുകളുണ്ട്. അതുപോലെ ഹൗസിംഗ്, തകർന്ന വീടുകൾ, അത് ഇനി അസസ്മെൻ്റ് ആണ്. എത്ര വീടുകൾ തകർന്നിട്ടുണ്ട്? 1555 വീടുകൾ ഈ ചൂരൽമലയിൽ മുണ്ടക്കയിലുമായി ഈ പ്രകൃതി ദുരന്തത്തിൽ തകർന്നതാണ് സർക്കാരിൻ്റെ കണക്ക്. അവിടെ 1000 വീടുകൾ തകർന്നിട്ടുണ്ട്. നമ്മളോട് റഫ് എസ്റ്റിമേറ്റ് എടുത്താൽ പോലും 1000 വീടുകൾ, ഈ 1555 വീടുകൾ എങ്ങനെ വന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അവിടെ എത്ര പേർ മരിച്ചു, എത്ര കുടുംബങ്ങൾക്ക് അത് ബാധിച്ചു എന്നുള്ള സർക്കാരിൻ്റെ കണക്കില്ല. അത് പ്രാഥമികമായിട്ട് 1555 എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് സർക്കാർ തന്നെയാണ് വിശദീകരിക്കേണ്ടത്. അതുപോലെ പാർഷ്യലി ഡാമേജ് ഹൗസ് 452 വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. അത് ശരിയായ കണക്കാണോ എന്നും സർക്കാർ വിശദീകരിക്കേണ്ടതുണ്ട്. പിന്നെ 35 കുടിലുകൾ തകർന്നിട്ടുണ്ട്. അതുപോലെ 1 കിലോമീറ്റർ സ്റ്റേറ്റ് ഹൈവേ തകർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ് ഹൈവേയുടെ ഭാഗമായിട്ടാണോ ഈ മുണ്ടക്കൈ ദുരന്തം ഉണ്ടായതെന്നുള്ളത് സർക്കാർ വിശദീകരിക്കുന്നതാണ്. അതുപോലെ 14 കിലോമീറ്റർ റൂറൽ റോഡ്, പ്രാദേശിക റോഡ് തകർന്നിട്ടുണ്ട്. അത് 14 കിലോമീറ്റർ ഉണ്ടാവുമായിരിക്കും, നമുക്കറിയില്ല. 3 പാലങ്ങളും തകർന്നിട്ടുണ്ട്. നമുക്കറിയാം ബെയിലി പാലം തകർന്നത് നമുക്കറിയാം. മറ്റ് 2 പാലങ്ങൾ ഏതാണെന്നും സർക്കാർ വിശദീകരിക്കേണ്ടതാണ്. മറ്റൊന്ന് ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ സ്കീം, കുടിവെള്ള പദ്ധതികൾ ഉണ്ടാക്കാൻ വേണ്ടി അതിന് എല്ലാം എസ്റ്റിമേറ്റഡ് ആണ്. ഇനി വരാൻ പോകുന്ന ചിലവുകളാണ്. 25 കിണറുകൾ നന്നാക്കണം. അങ്ങനെ ഉണ്ട്. അപ്പോൾ ഈ ഡാമേജ്ഡ് ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ സ്കീംസ് 8 കുടിവെള്ള പദ്ധതികൾ അവിടെ തകർന്നു എന്നാണ് പറയുന്നത്. അതിന് 16 ലക്ഷം രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 8 കുടിവെള്ള പദ്ധതികൾ 16 ലക്ഷം കൊണ്ട് 2 ലക്ഷം രൂപ വെച്ചൊരു കുടിവെള്ള പദ്ധതിക്ക് ഓക്കെ അതായിരിക്കാം. ഇങ്ങനെ ഇനി വരാൻ പോകുന്നത് ഈ മൊത്തം 1200 കോടി രൂപയുടെ കണക്കിൽ ഈ SDRFൻ്റെ പട്ടികയിൽ വരുന്നത്, SDRFിൽ നിന്ന് സഹായം കിട്ടാവുന്ന, അതിൽ നിന്ന് പണം കിട്ടാവുന്ന, അതിനെപ്പറ്റിയാണ് ഇത് വിശദമായിട്ട് പറയുന്നത്. അതെല്ലാം ചെറിയ തുകകളാണ്. അത് ചെറിയ തുകയാകാൻ കാരണം ദേശീയ ദുരന്ത നിവാരണ നിയമ മാനദണ്ഡ പ്രകാരം ആ തുകയെ സംസ്ഥാന സർക്കാരിന് അനുവദിക്കാൻ പറ്റും. പക്ഷേ സംസ്ഥാന സർക്കാർ വേറൊരു വലിയ കണക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഈ ദുരന്ത നിവാരണത്തിൻ്റെ പരിധിയിൽ വരാത്ത കണക്കുകളാണ്. അങ്ങനെയാണ് ഈ 1500 കോടി രൂപ 1200 കോടി രൂപയുടെ കണക്ക് വരുന്നത്. അത് പലതും ടൂറിസം സെക്ടറിനെ ഈ ദുരന്തം ബാധിച്ചു. അപ്പോൾ അതിൻ്റെ പുനർനിർമ്മാണത്തിന് ഇത്ര കോടി. അതുപോലെ കാർഷിക പ്രവർത്തനത്തിൻ്റെ അനുബന്ധമായി ജീവിക്കുന്ന ആളുകളുണ്ട്, കാർഷിക പ്രവർത്തിയുടെ അവരുടെ ഉപജീവനം നഷ്ടപ്പെട്ടു, അവർക്ക് ഉപജീവനം ഉണ്ടാക്കാൻ കോടികൾ. അങ്ങനെയാണ് ഈ 1200 കോടി രൂപ സ്പെക്കുലേറ്റ് ചെയ്യുന്നത്. അതല്ലാതെ ഡയറക്റ്റ് ദുരന്ത നിവാരണത്തിന് വേണ്ടി മാത്രമുള്ള തുകയുമല്ല. അപ്പോൾ ഇത് വിവാദമായുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇതെങ്ങനെയാണ് 75,000 രൂപ ഒരു ശവമടക്കാൻ ചിലവ് വരുന്നത്. DNA സാമ്പിളിങ്ങിന് ഇങ്ങനെ എത്രയാണ് കോടികൾ ചിലവഴിക്കേണ്ടി വരുന്നത്. കാരണം DNA സാമ്പിളിങ്ങൊക്കെ നിലനിൽക്കുന്ന സംവിധാനത്തിൽ തന്നെ ഉപയോഗിക്കുന്നതാണല്ലോ. അതുപോലെ ഡ്രോണുകൾ, എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചത് അതിനകത്ത് സർക്കാർ പണം കൊടുത്തിട്ടുണ്ട്. അത് റീഇംബേഴ്സ് ചെയ്യുമായിരിക്കും ആക്ച്വൽസിലേക്ക് എന്നാണ് ഇതിൽ തന്നെ പറയുന്നത്. പിന്നെ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം മെമ്മോറാണ്ടത്തിൽ സർക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ ദുരന്തം നടന്ന ചൂരൽമല അർബൻ ഏരിയയിൽ നിന്ന് ഒരുപാട് അകലെയാണ്. അതുകൊണ്ട് ശരിക്കും ഇതിന് ചിലവാകേണ്ടി വരുന്ന തുകയേക്കാൾ കൂടുതൽ ചിലവാകും. ആ പ്രദേശം അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ചിലവാകും എന്നൊരു ഡിസ്ക്ലൈമർ കൂടി അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഈ കണക്ക് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനപ്പുറം ഇന്ത്യയിൽ ഈ വർഷം തന്നെ എത്രയോ ദുരന്തങ്ങളുണ്ടായി, പ്രകൃതി ദുരന്തങ്ങളുണ്ടായി. ആ ദുരന്തങ്ങളോട് കേന്ദ്ര സർക്കാർ എന്ത് സമീപനമാണ് സ്വീകരിച്ചതെന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ ആന്ധ്രയിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. ആന്ധ്രയിലെ വെള്ളപ്പൊക്കം അതിലും ആളുകൾ മരിച്ചിട്ടുണ്ട്. പക്ഷെ ചൂരൽമല ദുരന്തവുമായി അതിന് താരതമ്യം ചെയ്യാനേ പറ്റില്ല. ഇന്നിപ്പോൾ ഈ 2024 ഇന്ത്യയിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തങ്ങളൊന്നാണ് വയനാട് ദുരന്തം. സാധാരണ രീതിയിൽ ഇപ്പോൾ ബീഹാറിൽ എന്തെങ്കിലും ദുരന്തം ഉണ്ടാകുമ്പോഴോ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ ദുരന്തം ഉണ്ടാകുമ്പോഴോ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഒരു തുക അവർക്ക് പ്രഖ്യാപിക്കുകയും നൽകുകയും ചെയ്യും. കാരണം ആ സംസ്ഥാന സർക്കാർ അതത് സംസ്ഥാന സർക്കാരുകൾക്ക് ആ സമയത്ത് ദുരന്തത്തെ അതിജീവിക്കാനും അതിനെ നേരിടാനും ഒരു സാമ്പത്തിക സഹായം നൽകിയാണ് കേന്ദ്രം അത് ചെയ്യുന്നത്. ചൂരൽമല ഇത്ര അധികം ആളുകൾ മരിച്ചു, 359 പേര് മരിച്ചു, മൃതദേഹങ്ങൾ കണ്ടെത്തി. 1 രൂപ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചോ? ഇതുവരെ 1 രൂപ. അപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കണ്ട് അസസ് ചെയ്തിട്ട് പോയതാണ് അവിടുത്തെ ദുരന്തം.
ഇന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ മാധ്യമങ്ങളോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുമെന്നാണ് പറയുന്നത്. അതായത് മുഖ്യമന്ത്രിയോട് കേന്ദ്രം ആവശ്യപ്പെട്ടു നിങ്ങൾ മെമ്മോറാണ്ടം തരൂ, പൈസ തരാമെന്നാണ്. അത് തന്നേ മതിയാവും. നിയമപരമായി ആ പണം കേന്ദ്ര സർക്കാർ ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ നൽകിയേ പറ്റൂ. അത് എന്തോ ഔദാര്യമോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ തീരുമാനം പോലുമല്ല. നിയമപരമായി കേന്ദ്ര സർക്കാർ ബാധ്യസ്ഥരാണ്. പക്ഷേ ഒരു സംസ്ഥാനം, പ്രത്യേകിച്ച് സാമ്പത്തികമായ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെ അടിയന്തരമായി ഒരു തുക അനുവദിക്കുക എന്നുള്ളത് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. കേരളത്തിന് മാത്രമായി അങ്ങനെ ഒരു അടിയന്തര ധനസഹായം അനുവദിക്കാതിരിക്കുക എന്നുള്ള രാഷ്ട്രീയ തീരുമാനമായിരിക്കെ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അത് ചോദിക്കുമ്പോൾ നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കൂ എന്ന് പറഞ്ഞ് ഒഴിവാകുന്ന ഒരു കേന്ദ്ര സഹമന്ത്രിയാണ് തൃശ്ശൂരിൽ നിന്ന് ജനങ്ങൾ ജയിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഇതിൽ കാണുന്ന ഈ വലിയ കണക്ക്, അപ്പോൾ 500 ചോദിച്ചാൽ 200 കിട്ടുന്ന കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ ഒരു പക്ഷേ 1200 ചോദിച്ചാലായിരിക്കും ചിലപ്പോൾ 500 കോടിയെങ്കിലും ലഭിക്കുക എന്ന ബോധ്യത്തിൽ നിന്നായിരിക്കും ഇങ്ങനൊരു ഒരു വൈൽഡ് അസസ്മെൻറ്റ്. ഇത് ആക്ച്വൽ അല്ല, ഇതൊന്നും കൃത്യമായ തുകയേ അല്ല. ഇപ്പോൾ ചിലവാക്കിയ തുക തന്നെ എങ്ങനെയാണ് റൗണ്ട് ഫിഗർ വരുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടാകാം. DNA സാമ്പിളിംഗ് നടത്താൻ കൃത്യം 8 കോടി രൂപ, കുടിവെള്ളവും ഭക്ഷണത്തിനും കൃത്യം 10-12 കോടി എന്നൊക്കെ എങ്ങനെയാണത് വരിക എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാകാം. അപ്പോൾ ഇതൊരു ഒരു കൃത്യമായ അസസ്മെൻ്റ് അല്ല. സംസ്ഥാന സർക്കാർ വിചാരിക്കുന്നുണ്ടാവുക ഒരു 1200 ചോദിച്ചാൽ 500 കിട്ടും, അങ്ങനെ ഉണ്ടാക്കിയൊരു കണക്കായിട്ടാണ് എനിക്ക് ഇതിനെപ്പറ്റി തോന്നുന്നത്. പക്ഷേ ഇതൊരു ധൂർത്താണെന്നോ അങ്ങനെ ധൂർത്ത് ഇപ്പോൾ ധാരാളം ധനസഹായം മലയാളികൾ കൊടുത്തിട്ടുണ്ട്, വസ്ത്രങ്ങളായിട്ടും ഭക്ഷണ വസ്തുക്കളായിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ കണക്കിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ വസ്ത്രം വാങ്ങാൻ വേണ്ടി ഇത്ര തുക ചെലവഴിച്ചു. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് കേന്ദ്രത്തോട് പണം ചോദിക്കണമെങ്കിൽ ഈ കണക്ക് പറഞ്ഞേ പറ്റൂ. ഞങ്ങൾ വസ്ത്രം കൊടുത്തു, ഇതെല്ലാം നമ്മൾ കൊടുത്ത തുക കൂടിയാണ്. സർക്കാർ ഇതിൽ നിന്ന് എന്തോ വഞ്ചിച്ചു, ഈ ദുരിതാശ്വാസത്തിൽ കൈയിട്ട് വാരി. ഇനി മുതൽ CMDRFിലേക്ക് പണം കൊടുക്കരുത്, ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ, മാരാർജി അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം സോഷ്യൽ മീഡിയ പ്രചാരണം നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ വസ്തുത ഇതാണ്. ഒരു 1200 ചോദിച്ചാൽ 500 കിട്ടണമെങ്കിൽ ഈ കണക്ക് ഇങ്ങനെ കാണിച്ചേ മതിയാകൂ എന്നുള്ള നിസ്സഹായാവസ്ഥയിലാണ് കേരളം. യെസ്, നിഷാദ്, അതാണ് ഇത് CMDRFിനെതിരെ ഒരു പ്രചാരണമായിട്ട് വലിയ രീതിയിൽ ഉപയോഗിച്ചു വരുന്നുണ്ട്, ഈ കണക്ക് പുറത്തു വന്നതിന് പിന്നാലെ. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? എന്തിനാണ് ഇങ്ങനെ ഒരു കണക്ക് തയ്യാറാക്കിയെന്ന് സർക്കാർ വിശദീകരിക്കേണ്ടത്? ഇതുവരെ സർക്കാർ തലത്തിൽ നിന്ന് മന്ത്രിമാരാരും തന്നെ ഒരു പ്രതികരണത്തിന് തയ്യാറായില്ലല്ലോ. അത് ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അതായത് സംസ്ഥാന സർക്കാരിനെതിരെ വലിയ തോതിലുള്ള പ്രചരണം പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേതാക്കളടക്കം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. സംഘപരിവാരം വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. സമയബന്ധിതമായി സർക്കാരിൻ്റെ ഭാഗം പറയാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു പ്രശ്നമാണ്. അതിൻ്റെ ദുരന്തം അവർ തന്നെ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ വിശ്വാസനഷ്ടം അനുഭവിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ചീഫ് സെക്രട്ടറിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. സർക്കാരിൻ്റെ പ്രതികരണം ഈ 5 മണി വരെ വന്നിട്ടില്ല, ഇനി എപ്പോഴെങ്കിലും വരുമായിരിക്കും. അപ്പോഴത്തേനും എന്താണ്, അസത്യം ചെരുപ്പിട്ട് ലോകസഞ്ചാരം പൂർത്തിയാകുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതുപോലെ അത് പൂർത്തിയായി കഴിയുമ്പോൾ വിശദീകരണം വരുമായിരിക്കുമെന്ന് വിചാരിക്കാം. ദിവ്യ, നോക്കൂ, ഇതിനകത്ത് വയനാട് ദുരന്തത്തിൽ നമുക്ക് നഷ്ടമായ തുക എത്ര രൂപയുണ്ടാവും? 1200 കോടി രൂപയെ നമുക്ക് നഷ്ടമായിട്ടുള്ളൂ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും അല്ല. ഈ ദുരന്തം ഉണ്ടായതിൻ്റെ ആദ്യ സമയത്ത് സർക്കാർ കേന്ദ്ര സർക്കാരുമായി സംസാരിക്കാൻ അവർക്ക് കൊടുക്കാൻ ഒരു കണക്കുണ്ടാക്കുകയാണ്. അത് 1200 കോടി രൂപ. അത്രയുമല്ല, അതിൻ്റെ ഇരട്ടിയിലധികം തുക നമുക്ക് വയനാട്ടിൽ നഷ്ടമായിട്ടുണ്ട്. അത് റീബിൽഡ് ചെയ്യണമെങ്കിൽ അതിലും കോടിക്കണക്കിന് രൂപ നമുക്ക് ആവശ്യമുണ്ട്. ഈ 1200 കിട്ടിയാൽ പോരാ. അപ്പോൾ നമ്മൾ 1200 കണക്കുണ്ടാക്കേണ്ട കാര്യം എന്താണ്? അത് പ്രാഥമികമായ ഒരു കണക്കാണ്. നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ഇതെല്ലാം സർക്കാർ അലോക്കേറ്റ് ചെയ്ത സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ പൈസയല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട പ്രധാന സംഗതിയാണ്. മറിച്ച് എന്താണ്, ഈ പണം ഇത്ര ചിലവാകാൻ സാധ്യതയുണ്ട്. ഇത് ഈ കണക്കുണ്ടാക്കുന്ന സമയത്ത് 400ൻ്റെ പരിസരത്ത് എത്തിയിട്ടുള്ളൂ മരണസംഖ്യ. നമുക്ക് എത്ര മരണസംഖ്യ എത്തുമെന്നറിയില്ല. നമ്മളൊരു പാതിയിൽ നിൽക്കെ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് 1200 കോടി രൂപയുടേതാണെങ്കിൽ അതിൽ SDRFിൻ്റെ നോംസ് പ്രകാരം തയ്യാറാക്കിയതാണെന്ന് ഹൈക്കോടതി ഉത്തരവിൽ 2 ഹൈക്കോടതി പറയുന്നുണ്ട്. ഇവ തയ്യാറാക്കിയിട്ടുള്ളത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൻ്റെ നോംസ് പ്രകാരം തയ്യാറാക്കിയിട്ടുള്ളതാണ്. അതിൽ ആ നോംസ് പ്രകാരം ഓരോന്നിനും എത്ര രൂപ ഏതുവരെ ചെലവാക്കാം എന്നതിന് വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയെ മുൻനിർത്തിക്കൊണ്ടാണ് ഒരു മൃതദേഹം സംസ്കരിക്കാൻ, ആ മൃതദേഹത്തിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, അതിൻ്റെ ഓട്ടോപ്സി, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ആ മൃതദേഹത്തിൻ്റെ സംസ്കാരം പൂർത്തിയാക്കാൻ പരമാവധി നോംസ് പ്രകാരം ക്ലെയിം ചെയ്യാൻ കഴിയുന്നത് 75,000 ആണ്. അത്രയും ക്ലെയിം ചെയ്തിരിക്കുകയാണ്. ചിലപ്പോൾ എല്ലാത്തിനും അത്രയും ചിലവായിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ ക്ലെയിം ചെയ്യുന്നതിനാണ് പരമാവധി സഹായം നമുക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ്. എങ്കിലും നിങ്ങൾ നോക്കൂ, ആ നോംസ് അനുസരിച്ച് ദുരിതാശ്വാസ സഹായമായി നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത് ഈ കണക്കിലും 200 കോടി രൂപയുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ നഷ്ടത്തെക്കുറിച്ച് നമ്മൾ വിലാപം പറയുകയാണ്. കിട്ടാൻ പോകുന്ന 200 കോടിയുള്ളൂ, അത് കിട്ടിയാൽ മതിയോ? കേന്ദ്ര സർക്കാർ ഒരു വീടിന് എത്ര രൂപ തരുമെന്നാണ് ദിവ്യ വിചാരിക്കുന്നത്? 1,31,000 രൂപയെ തരൂ പൂർണ്ണമായും തകർന്ന ഒരു വീടിന്. എത്ര 1,30,000 കൊണ്ട് നമുക്ക് വീട് വയ്ക്കാൻ പറ്റും? നമ്മൾ 6 ലക്ഷം രൂപ മരിച്ചവരുടെ കുടുംബത്തിന് കൊടുത്തിട്ടുണ്ട്, കേന്ദ്ര സർക്കാർ തരുന്നുണ്ട്. അത്രയും പൈസ തരുന്നില്ല, നമ്മൾ അഡീഷണൽ പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി നിയമപ്രകാരം കിട്ടാനുള്ളത് ഈ കണക്കിൻ്റെ എത്രയാണ്?
1/6 മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി. അത്രേ കിട്ടൂ. ബാക്കി പ്രത്യേകമായ അലോക്കേഷനിലൂടെ തരണം. അത്ര വലിയ നഷ്ടം നമുക്കുണ്ടായിട്ട് നേരത്തെ അജിംസ് പറയല്ലേ, ടൂറിസം മേഖലയിൽ തകർന്നിട്ടുണ്ട്, ലൈവ്ലിഹുഡ് തകർന്നിട്ടുണ്ട്, മറ്റ് പല തരത്തിലും മനുഷ്യർക്ക് ജീവിത പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളത് പരിഗണിക്കണം എന്ന് സർക്കാരിനെ അറിയിക്കാനുള്ള തുടക്കത്തിലുണ്ടാക്കുന്നത് വെച്ചാൽ രക്ഷാപ്രവർത്തനം, മൃതദേഹങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കൽ, അല്ലെങ്കിൽ അടിയന്തര സാഹചര്യങ്ങൾ, എന്താ പറയുക, അമ്യൂണിറ്റീസ് അതൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു കണക്കാണിത്, റിപ്പോർട്ടാണിത്. ഇത് നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര സംഘം വിസിറ്റ് ചെയ്യുമ്പോൾ അവർക്കും കൊടുക്കുന്നു, അതേ കോപ്പി കോടതിക്കും കൊടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് മുഴുവൻ ആദ്യമേ മനസ്സിലാക്കേണ്ടത്, ഇത് മുഴുവൻ സർക്കാർ അലോക്കേറ്റ് ചെയ്ത് സർക്കാർ ചെലവാക്കി കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. നിയമപ്രകാരം ചെലവാക്കിയെന്നല്ലാതെ ₹1 ഇവർ അധികം തരില്ല. അപ്പോൾ ഇതുകൊണ്ട് ആരെങ്കിലും ഒരു കള്ളക്കണക്ക് എഴുതി ഉണ്ടാക്കി കേന്ദ്ര സർക്കാരിൽ നിന്ന് പൈസ ഇങ്ങനെ വലിച്ചിങ് എടുക്കുകയാണ് എന്ന് വിചാരിക്കുന്നെങ്കിൽ അത് അബദ്ധമാണ്. അതായത് നോംസ് ഉണ്ട്, NDRF അവിടെ, SDRF ഇവിടെ, അവരുടെ നോംസ് അതുപ്രകാരം ഉള്ള പൈസയ്ക്കല്ലാതെ ₹1 അധികം കിട്ടത്തില്ല. ഈ പറഞ്ഞ ടു ബി പെയ്ഡ് പറഞ്ഞതാണ് വ്യോമസേനയുടെ ട്രാൻസ്പോർട്ടേഷൻ പറയുന്നുണ്ട്. ആദ്യത്തെ പ്രളയകാലത്ത് 130 കോടി രൂപ ആർക്ക് കൊടുത്തിട്ടുണ്ട്? നമ്മുടെ ടോട്ടൽ ഫണ്ടിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. എന്തിന്? വ്യോമസേനയ്ക്ക് കൊടുക്കാൻ. പട്ടാളത്തിൻ്റെ രക്ഷാപ്രവർത്തനം എന്ന് പറയുമ്പോൾ പട്ടാളം വെറുതെ വന്ന് രക്ഷാപ്രവർത്തനം നടത്തി പോവുകയല്ല, പലപ്പോഴും അതിനെല്ലാം വലിയ തോതിലുള്ള ബില്ല് വരും. ആ ബില്ല് നമ്മൾ പേ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ വാർഷിക ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് എന്ത് ചെയ്യും? അത് കട്ട് ചെയ്ത് കളയും. അത് നമ്മൾ ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ 2018-19 പ്രളയകാലത്ത് ഏതാണ്ട് 200 കോടിയോളം രൂപയാണ് പട്ടാളത്തിന് നമ്മൾ കൊടുത്തത്. ഈ ബെയിലി ബ്രിഡ്ജ് ഉണ്ടാക്കിയതിൻ്റെ ബില്ല് ഒരു പക്ഷേ വന്നേക്കാം. അതിന് അനുബന്ധ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നതിന് ചിലവാക്കിയിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ് ചിലവുണ്ട്. പിന്നെ സർക്കാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വളരെ റിമോട്ടായിട്ടുള്ള ഏരിയയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്, തൊട്ടടുത്തെങ്കിലും ടൗൺ പോലും ഇല്ല. അപ്പോൾ അവിടേക്ക് എല്ലാ സംവിധാനങ്ങളും കൊണ്ടുവരുന്നതിന് അതിൻ്റെതായ ചിലവുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ചിലപ്പോൾ ചില കാര്യങ്ങൾ, ഇപ്പോൾ ആക്ച്വൽസ് വെള്ളം കൊടുത്തതിനും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തതിനും ആളുകൾക്ക് താമസ സൗകര്യം ഒരുക്കിയതിനൊക്കെ ചിലവ് സർക്കാർ എഴുതിയിട്ടുണ്ട്. അത് ചിലപ്പോൾ തുക കുറച്ച് കൂടിയതായിരിക്കും. അതെല്ലാം റൗണ്ട് ഫിഗറാണ്, സർക്കാർ ഒരു കണക്കങ്ങ് എഴുതിയിരിക്കുകയാണ്. അത്രയും പൈസ നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ്. അതിലേറ്റവും പ്രധാന കാര്യം ₹1 കേന്ദ്ര സർക്കാർ തന്നിട്ടില്ല എന്നാണ്. ഇപ്പം ഇത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്, ഇറസ്പോൺസിബിളായി ഇത് ഏറ്റെടുത്ത് പ്രചരിപ്പിക്കാൻ തയ്യാറാവുന്ന ആളുകൾ ആലോചിക്കേണ്ട കാര്യം, ഇത് ആരൊരു കാരണമാക്കുന്ന കേന്ദ്ര സർക്കാരാണ്. ഇതിന് മുൻപും പലപ്പോഴും നമുക്ക് പണം തരാത്തത്, നമ്മുടെ സംസ്ഥാനം അനുഭവിക്കുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിക്ക് പണം അനുവദിക്കാത്ത സാഹചര്യം വന്നപ്പോൾ കണക്ക് കൊടുക്കാത്തതുകൊണ്ടാണ്, കണക്ക് തെറ്റായതുകൊണ്ടാണ് നമുക്ക് പൈസ തരാത്തുന്ന വ്യാജം പ്രചരിപ്പിച്ച് പണം തരാതിരിക്കുന്നവരാണ്. GST വിഹിതം പോലും മര്യാദയ്ക്ക് വിതരണം ചെയ്യാത്തവരാണ് കേന്ദ്രത്തിലിരിക്കുന്നത്. ഈ ലോകം മുഴുവൻ നടുങ്ങിയ വയനാട് ദുരന്തം ഉണ്ടായിട്ട് ഇതുവരെ ₹1 അടിയന്തര സഹായം കേരളത്തിന് പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ഒരു ഭരണകൂടത്തിന് പൈസ തരാതിരിക്കാനുള്ള ന്യായമുണ്ടാക്കാൻ ഈ കുപ്രചരണം സഹായം ചെയ്യും. അതുകൊണ്ട് ഇതിനകത്ത് വീഴ്ച പറ്റിയ ആളുകൾ അത് തിരുത്തുക, ഇപ്പോഴും അത് കൊണ്ടു നടക്കുന്ന ആളുകൾ അതിനകത്ത് കുറച്ചുകൂടെ ഉത്തരവാദിത്തോടെ പെരുമാറുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കൂ, കഴിഞ്ഞ ബജറ്റിൽ ബീഹാറിന് പ്രളയം നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ വകയിരുത്തിയ ഒരു കേന്ദ്ര സർക്കാർ ഇവിടെയുണ്ട്. 2018-ലും 2019-ലും ഗുരുതരമായ പ്രളയത്തെ അഭിമുഖീകരിച്ച് നമുക്ക് ഒരു പ്രളയ നിർമ്മാർജ്ജന ഫണ്ടുമില്ല. വയനാട് ദുരന്തത്തിൽ 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ഒരു ജീവിത മേഖലയാകെ ഇല്ലാതാവുകയും പോയി ചെയ്തിട്ട് പ്രധാനമന്ത്രി വന്ന് സന്ദർശിച്ചു പോയി എന്നോർക്കണം. എന്നിട്ട് ₹1 നമുക്ക് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ അതിനെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള തെറ്റായ വിശകലനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ പാടില്ല. ഗവൺമെൻറ് പരമാവധി പൈസ നേടിയെടുക്കാൻ നോംസിന് പുറത്തും പ്രത്യേകമായ സഹായം ആവശ്യമുള്ള ദുരന്തത്തെയാണ് ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത് എന്നത് കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റും കേന്ദ്ര സർക്കാരിന് കൊടുത്ത കണക്കും എല്ലാം ഒന്നായിരിക്കണം. അതിനുവേണ്ടി സർക്കാർ അതിൻ്റെ കോപ്പി അവിടെയും ഇവിടെയും കൊടുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പൈസ എടുത്ത് ചെലവാക്കി തൊലച്ചു എന്ന് വിചാരിക്കാൻ പാടില്ല. ചെലവാക്കിയിട്ടില്ല, ഞങ്ങളിത് ചെലവാക്കേണ്ടി വരും, ഞങ്ങളുടെ കയ്യിലില്ല, തരണം എന്ന് പറയാനുണ്ടാക്കിയ കണക്കാണിത്. ആ കണക്കിന് അത്രയും നമ്മൾ സതുദ്ദേശത്തോടെ സമീപിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതാണ് വാസ്തവം എന്നിരിക്കെയാണ് ഈ കണക്കുപയോഗിച്ച് സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയുടെ